ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള പാസ്തയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പാസ്തയാണ് കേട്ടോ. കുറേ തരം വെറൈറ്റി ആയിട്ടുള്ള പാസ്ത ഉണ്ട്. ഇതിപ്പോൾ ഒരു 400 ഗ്രാമിൻ്റെ പാസ്തയാണ്. പിന്നെ ഇതൊരു 4-5 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് പാസ്തയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിനി അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ അതേ ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ തീരെ കൂട്ടിയിടരുത്, കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് അൽമറായുടെ കുക്കിംഗ് ക്രീമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്കിത് ഭയങ്കര ക്രീമി ആവണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി 1/2 കപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ 1 കപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ക്രീം ചെറുതായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ക്രീമും പാസ്തയും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടിയും ചേർത്ത് കൊടുത്തോട്ടോ. ഇനി നമുക്ക് 2-3 പീസ് ചിക്കൻ ഇതിലേക്ക് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉപ്പും കുരുമുളകും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അഥവാ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒരു പിഞ്ച് മാത്രം ഇട്ടാൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 3 സ്ലൈസാണ് ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇത് സാൻഡ്വിച്ചിലൊക്കെ വെച്ച് തിന്നുന്ന ചീസാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ മൊസറല്ല ചീസൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഇത്തിരി പുളിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പുളിയുള്ള ചീസുകൾ ഇതിലേക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഈ ചീസ് പാസ്തയുടെ കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ചീസൊക്കെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വെറൈറ്റി പാസ്ത ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിലേറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മളെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ വേറെ ഒന്നും ചേർക്കാനില്ല. അപ്പം നമുക്കിതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫാക്കി എടുക്കാം. ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. നല്ല ക്രീമി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രക്കുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.